ഞാൻ പറയാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാട്ടോ. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഓരോ സമയത്തും അവരിങ്ങനെ ഉരുകിത്തീരുന്ന പോലെയാണ്. അവർക്ക് 10ാം ക്ലാസ് എന്നുള്ള ഒരു ഭീകരമായ അവസ്ഥയിൽ നിൽക്കുന്ന പോലെയാണ് പല കുട്ടികളും കൗൺസിലിംഗ് സെഷനിൽ വരുമ്പോൾ പറയുക. കാരണം വേറൊന്നുമല്ല, പാരൻസും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും അവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 10ാം ക്ലാസ് റിസൾട്ട് എങ്ങനെയായിരിക്കും. അപ്പോൾ ഒരുപാട് കമ്പാരിസണും വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ആ കസിന് ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ A+ നിനക്കും ഉണ്ടാവില്ലേ. ഇതൊക്കെയാണ് എല്ലാവരും ഈ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഈ കുട്ടിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഇതെല്ലാം കൂടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് കുട്ടികൾ എത്തുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളിലും ചില സമയത്ത് എക്സാംസ് ഒക്കെ അടുത്ത് വരുമ്പോഴേക്കും അവർക്ക് എക്സാം ഫിയർ വരുന്നു, വല്ലാണ്ട് സ്ട്രെസ്ഡ് ആവുന്നു, ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യുന്നു, അവർക്ക് പഠിച്ചതുപോലും മറന്നു പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അവരെത്തുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വളരെ കൂളായിട്ടൊരു അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിനക്ക് പറ്റും, നീ നന്നായിട്ട് ട്രൈ ചെയ്തോ, നീ എഴുതി കഴിഞ്ഞാൽ നിനക്ക് നന്ന മാർക്ക് തന്നെ കിട്ടിക്കോളും. എക്സാം ഇതുവരെ എഴുതിയ പോലെ തന്നെ ഒരു എക്സാമാണ് SSLC എക്സാമും. ഇത് നീ എഴുതുന്ന ഫസ്റ്റായിട്ടുള്ള ഒരു ബോർഡ് എക്സാം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മാറ്റം, വേറെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് കൂളാക്കി വെക്കുക. അല്ലാണ്ട് ഒരുപാട് ടെൻഷൻ അടിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ ഇല്ലാതാവുകയുള്ളൂ. ഓക്കെ, ബൈ.